വെടിനിർത്തൽ പോലും പാലിക്കാതെ പ്രകോപനവുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നു. എരുതിയിൽ US പ്രസിഡന്റ് ട്രംപും എണ്ണയൊഴിക്കുന്നുണ്ട്. ഇതോടെ മിഡിൽ ഈസ്റ്റിൽ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു. ഗസയിലെ പലസ്തീനികളെ ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ ഒഴിപ്പിക്കണമെന്ന ട്രംപിൻ്റെ നിർദ്ദേശം വലിയ വിവാദമായി മാറി. ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി എത്തി. അതിനിടെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നു ഈജിപ്റ്റ്. ഗസ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള സംഘർഷവും തീവ്രമാവുകയാണ്. ഈജിപ്തിൻ്റെ സൈനിക ശക്തിയെ ഇസ്രായേൽ വില കുറച്ച് കാണരുതെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈജിപ്തിലെ നിയമസഭാംഗം മുസ്തഫ ബക്രി. ഈജിപ്തിൻ്റെ സൈന്യത്തിന് ഒരു ദിവസം കൊണ്ട് ടെൽ-അവീവ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഏത് സുരക്ഷാ ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷ സാധ്യതയുള്ളതായി ഇസ്രായേൽ മാധ്യമങ്ങൾ സൂചന നൽകിയിരുന്നു. പിന്നാലെയാണ് ശക്തമായ പ്രതികരണമായി മുസ്തഫ ബക്രി എത്തിയത്. ഈജിപ്തിനെതിരെ സൈനിക നടപടിയുമായി വന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേലിന് ബക്രി മുന്നറിയിപ്പ് നൽകുന്നത്. ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഈജിപ്തിൽ ഉയരുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിലെ നാസിഫ് വെബ്സൈറ്റിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഈജിപ്തിനെ പ്രകോപിപ്പിച്ചത്. ഇസ്രായേൽ വെബ്സൈറ്റ് ഒരു സാങ്കല്പിക സൈനിക സാഹചര്യമാണ് പ്രസിദ്ധീകരിച്ചത്. യുദ്ധത്തിൽ ഈജിപ്തിലെ ഹൈഡാമിൽ ഒരു ആക്രമണമുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നാണ് റിപ്പോർട്ട് സാങ്കല്പികമായി അവതരിപ്പിക്കുന്നത്. ഇത് അറബ് രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധമുയർത്തി. ഒപ്പം ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയും ചെയ്തു. സൈനിക നടപടികൾ വിശകലനം ചെയ്യുന്ന വെബ്സൈറ്റാണ് നാസിഫ്. ബങ്കറിനെ തകർക്കുന്ന മിസൈലുകളും അത്യാധുനിക ആയുധങ്ങളും ഉപയോഗിച്ച് അണക്കെട്ട് പൊളിക്കുകയോ ഭാഗികമായി തകർക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് വിശകലനത്തിൽ പറയുന്നത്. ഇത് വിനാശകരമായ വെള്ളപ്പൊക്കം ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ വെള്ളം നൈൽ താഴ്വരയിലൂടെ കുതിക്കും. ലക്സർ, അസ്വാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകും. അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കും, റിപ്പോർട്ടിൽ പറയുന്നു. ആവിസ് റിപ്പോർട്ട് അനുസരിച്ച് അണക്കെട്ടിൻ്റെ തകർച്ച സൈനിക താവളങ്ങളെയും വ്യാവസായിക സൗകര്യങ്ങളെയും ഇല്ലാതാക്കും. വിശാലമായ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും. ആദ്യ മണിക്കൂറുകളിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കും, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ. 20 ദശലക്ഷത്തിലധികം ജനങ്ങളുള്ള കെയ്റോയെ വെള്ളപ്പൊക്കം ഗുരുതരമായി ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് ശക്തമായ പ്രതികരണവുമായി ഈജിപ്തും എത്തിയിരിക്കുന്നത്.